2026 ഫിഫ വേൾഡ് കപ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കളിയാണ് ഇന്നലെ കണ്ടത്. അതായത് ഒരു പക്ക കംബാക്ക് പ്ലേയിങ്, കറക്റ്റ് എന്ന് വെച്ചാൽ ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് പറയൂല ആ സംഭവം. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല അർജന്റീന ആ ഒരു ഇതിലൊന്നും തിരിച്ചു വരുമെന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ആ ഒരു 70ാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേക്കിനെ നമ്മൾ ഉറപ്പിച്ചു കളി ഇനി ഒരു തിരിച്ചു വരവില്ല. നമ്മളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെ കളിയാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, അർജന്റീന ഫാൻസിനെ എല്ലാം കളിയാക്കി നിൽക്കുകയാണ്. പക്ഷെ അത്ഭുതം, ഒന്നും പറയാനില്ല, അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. കാരണം ആ എങ്ങനെ തിരിച്ചു വന്നു, ആ ഒരു പെനാൽറ്റി പോലും മെസ്സി മിസ്സാക്കിയ ഒരു സിറ്റുവേഷൻ നിന്ന് ലാസ്റ്റ് കൊണ്ട് മെസ്സി തന്നെയാണ് അസിസ്റ്റും കൊടുത്ത്, മെസ്സി തന്നെയാണ് ഗോൾ അടിച്ചത്, അവസാനം ഒരു വിന്നറും എൻസോ ഫെർണാണ്ടസ് അടിച്ചു കയറ്റി. അങ്ങനെ മൊത്തത്തിൽ നീ പറഞ്ഞ ആബ്സല്യൂട്ട് സിനിമ, അല്ലാതെ ഒന്നും പറയാനില്ല. പക്ക ഒരു ത്രില്ലിംഗ് പ്ലേയിങ് ആയിരുന്നു. അതായത് 70ാമത്തെ മിനിറ്റ് കഴിഞ്ഞ ശേഷം എല്ലാവരും കളി കണ്ടോണ്ടിരിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. പിന്നെ ഗൂഗിളിൽ കയറി നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഗോൾ, അതിനുശേഷമാണ് ബാക്കിയുള്ള വീണ്ടും കളി കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ആ കളി കണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാം, ഞാൻ പ്രത്യേകിച്ച് ആ കളി ലൈവായി കണ്ട ആ ലൈവില് നമുക്ക് ആദ്യത്തെ ഗോൾ വീണ ശേഷം നമുക്കറിയായിരുന്നു എപ്പോഴും വേണോ അടുത്തത് വീഴുമെന്നുള്ളത്. കാരണം ആ രീതിയിൽ മാരക അറ്റാക്കാണ് അർജന്റീന ഇറക്കി വിട്ടത് അവസാന 10 മിനിറ്റ്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് മെസ്സിക്ക് ആ ഒരു ചാൻസും കിട്ടിയത്, പിന്നെ അവർ ജയിക്കുകയും ചെയ്തു. ഇപ്പോ ആ ഒരു തോൽവി അല്ലെങ്കിൽ ഈജിപ്തിന്റെ തോൽവി ആരിപ്പോ അംഗീകരിക്കുന്നില്ല. കാരണം കളി ജയിച്ചത് ഈജിപ്റ്റ് ആണ്, അല്ലെങ്കിൽ അർജന്റീന ഇത് റോബ് ചെയ്തെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ ട്രെൻഡിങ് ആണ്. ഇപ്പോൾ അതാണ് കാരണം ഈ ഫിഫയും അർജന്റീനയും തമ്മിൽ എന്തോ ഒരു കൊളാബുള്ള പോലെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. അല്ല, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഓരോരുത്തരുടെ ഭാവനയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അല്ലാതെ ഇന്നലെ ആ കളി കണ്ട എല്ലാവർക്കും അറിയാം അവിടെ എന്താ പറയുക, അഫ്കോഴ്സ് കുറച്ച് കോൺട്രവേഴ്സി നിറഞ്ഞ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എന്താ പറയുക, ഈജിപ്തിൻ്റെ ഒരു പ്ലെയർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കളി റിഗ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷനാണ്. കളി കണ്ട നമുക്കറിയാം 1-2 സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ ഒരു തർക്കങ്ങളുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻസിലൊക്കെ റെഫറി കറക്റ്റായ കോളാണ് എടുത്തതെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ഞാൻ മാത്രമല്ല, പല എക്സ്പേർട്സ് ആയാലും പല എന്താ പറയുക കമന്റേറ്റേഴ്സ് പോലും ആ നിമിഷത്തിൽ പറഞ്ഞതാണ്. അതായത് പ്രത്യേകിച്ച് ആ ഈജിപ്തിന്റെ ആ ഡിസലൗഡ് ഗോൾ, അതിനെപ്പറ്റിയാണ് ആദ്യം ഭയങ്കര സംസാരമായത്. അത് ക്ലിയർ ഫൗള് തന്നെയാണ്. കാരണം ലൈക്ക് ആ ലിസാൻഡ്രോ മാർട്ടീനസിന്റെ കാലിൽ എന്താ പറയാ ചവിട്ടുന്ന സിറ്റുവേഷൻ, അവിടെ നിന്നാണ് ബോൾ ലോസ് ആയത്. ആ ബോൾ ലോസ് ആയത് നിന്നാണ് എന്താ പറയാ കൗണ്ടർ പോയി ഈജിപ്റ്റ് ഗോൾ അടിച്ചത്. അപ്പോഴും അങ്ങനത്തെ ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ്. ഇപ്പോഴത്തെ നിയമം അങ്ങനെ. ഒരു പക്ഷെ വാറൊന്നും ഇല്ലാത്തൊരു ലോകമായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഗോൾ കൊടുത്തേനെ. പക്ഷെ വാറുള്ള ഒരു കാലമാണ്. അപ്പം ഇന്നത്തെ നിയമം അങ്ങനെയാണ്. ഒരു കൗണ്ടർ പോകുന്നതിന് മുന്നേ ആ പ്ലെയറിന്റെ ബോൾ എടുക്കുമ്പോൾ അത് ഫൗൾ ആണെങ്കിൽ ഇറ്റ്സ് എ ഫൗൾ. അതാണ് അവിടെ നടക്കുന്നത്. അതിൽ എന്താ പറയാ ഒരു ഇതും ഇല്ല, ക്ലിയർ ഫൗളാണ്, കറക്റ്റ് കോളാണ് റഫറിയുടെ ഭാഗത്ത്. ഇപ്പൊ അടുത്തൊരു വിഷയം എന്ന് വെച്ചാല് മെസ്സി ഫിഫ സണ്ണെന്നും പറഞ്ഞ് കുറച്ച് ട്രോൾസ് മേംസാറാണ്. അല്ല, അതിപ്പോ എന്താ പറയാ, അത് ഇത് മെയിൻലി തുടങ്ങിയത് എപ്പോഴാണ്? കപ്പടിച്ചതിന് ശേഷം 22 തുടങ്ങിയ സംഭവം. അതിന് മുന്നേ ഈ ആർക്കും ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമോ ഒരു കംപ്ലൈന്റോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ലോകം എന്ന് ഞാൻ പറയില്ല, ഒരു സെർട്ടൈൻ ഫാൻ ബേസ് അവരുടെ ഫ്രസ്ട്രേഷനും വിഷമവും തീർക്കണേണ് ഇത് പറഞ്ഞുകൊണ്ട്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ സത്യം. അതൊരു വലിയ തോതിലുള്ള ഫാൻ ബേസ് ആണ്. അവർ അതിന്റെ ഒരു വിഷമം തീർക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പക്ഷേ നമ്മളൊരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നമ്മൾ ഈ ഹെയ്റ്റ് വാച്ച് ചെയ്യല്ലെന്നൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഹെയ്റ്റ് വാച്ച് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഗുണം. നമ്മളെ കളി കാണുന്നു, നമ്മൾ കണ്ട ഒപ്പീനിയൻ നമ്മൾ പറയാം. ഇപ്പൊ ഇന്നലെ ന്യൂട്രൽ ആയിട്ടൊരു കളി കണ്ട ഒരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ആ കളി എന്താ പറയാ റിഗ്ഡാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ടൈറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ റെഫറി അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോഴേ ഒരു ന്യൂട്രലായി കളി കാണുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു കളി റിഗ്ഡെന്ന് പറയാൻ പറ്റില്ല. ആ പ്യുവർ ലാസ്റ്റ് 10-12 മിനിറ്റ് പ്യുവർ പാഷനാണ് അർജന്റീന ജയത്തിലേക്ക് എത്തിച്ചത്. അത് അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം തന്നെയാണ്, അർഹിച്ച അംഗീകാരം. അപ്പം മെയിൻലി ഇങ്ങനെയൊക്കെയാണ് ഒരു വിഷയം പോകുന്നത്. ഇപ്പോൾ അതേസമയം നമ്മൾ പോർച്ചുഗൽ പുറത്തായപ്പോഴും പോർച്ചുഗൽ പുറത്തായി റൊണാൾഡോ ഒരു ജസ്റ്റ് ഒരു ഇത് കൊടുത്തല്ലോ, പ്രസ് കോൺഫറൻസ് കൊടുത്തപ്പോൾ റൊണാൾഡോ പറഞ്ഞ കാര്യമാണ് വീണ്ടും അത്ഭുതപ്പെടുത്തിയത്. അതായത് യൂറോ കപ്പ് വേൾഡ് കപ്പ് ജയിച്ച പുള്ളി പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിനെ സംബന്ധിച്ച് എന്താ പറയാ, ആള് വരുന്നതിന് മുന്നേ ഒന്നും നേടാത്ത ഒരു ടീമായിരുന്നു. അവിടെ നിന്ന് 2 നാഷൻസ് കപ്പ് ജയിച്ചു, അതുപോലെ യൂറോ കപ്പ്. അപ്പം പോർച്ചുഗലിനെ സംബന്ധിച്ച് യൂറോ കപ്പ് എന്നുള്ളത് ഒരു വേൾഡ് കപ്പിന് തുല്യമാണ് എന്നുള്ളൊരു കാര്യം പുള്ളി പറഞ്ഞു വന്നത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ അതിനൊരു ടോൺ വ്യത്യാസം വന്നു പോയെന്നാണ്. പക്ഷെ വേൾഡ് കപ്പ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അത് നമുക്ക് ഇപ്പൊ യൂറോ കപ്പാണ് കേമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നോക്ക്, ഈ യൂറോ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോപ്പ അമേരിക്ക അതേപോലത്തെ ഒരു കപ്പ് അല്ല.
കൊളംബിയായിട്ട് കഷ്ടിച്ചല്ലേ പോർച്ചുഗൽ രക്ഷപ്പെട്ടത് ഗ്രൂപ്പ് സ്റ്റേജിൽ. കൊളംബിയ ഫസ്റ്റ് നിന്നോണ്ടല്ലേ ഇത്ര ഹാർഡ് ആയിട്ടുള്ള ഒരു പാത്തിലേക്ക് പോർച്ചുഗലിന് പോകേണ്ടി വന്നു. ഒരു പക്ഷേ പോർച്ചുഗലിന് ഒന്നാം സ്ഥാനത്ത് അവസാനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ഒപ്പോണൻസിനെ കിട്ടുമായിരുന്നു. ക്വാർട്ടറിൽ അർജന്റീനയെ കിട്ടുമായിരുന്നു. മീൻസ് അതുവരെ ഉള്ള പാത്തെങ്കിലും ക്ലിയർ ആയിരുന്നു. ഇപ്പൊ റൗണ്ട് ഓഫ് 16 തന്നെ പോയിന്റ് വന്നില്ലേ. അതിന് മെയിൻ കാരണം എന്താ, സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ടീമായ കൊളംബിയ ഫസ്റ്റ് അടിച്ചു. അന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടു പോർച്ചുഗൽ തോക്കുന്നതില്ലെന്ന് കൊളംബിയോട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഒരു വേൾഡ് കപ്പ് ലൈക്ക് എല്ലാ ടീംസും എന്താ പറയുക, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടീംസ്. നമ്മൾ കാപ്പോ വെറുതെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അർജന്റീനയെ വിറപ്പിച്ച് നിർത്തിയ ഒരു ടീമാണ് അർജന്റീന, ഇത് ഉറുഗ്വായ്, സ്പെയിന്. സോ നമ്മൾ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അഫ്കോഴ്സ് വേൾഡ് കപ്പ് തന്നെയാണ് വലുത്, അത് ആർക്കും ഒരു സംശയവും ഇല്ല. ബട്ട് പോർച്ചുഗലിനെ സംബന്ധിച്ച് യൂറോ കപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേൾഡ് കപ്പിന് തുല്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നെയ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ നെയ്മർ എന്താ പറയാ, ഒരു കഷ്ടമായി പോയി. ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ആൾക്ക് ആ ഫിസിക്കലി ഇപ്പൊ പഴയ പോലെ പറ്റുന്നില്ല, ഇപ്പോഴേ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയാ, നമ്മൾ പോലും ഞെട്ടിപ്പോയി. ലാസ്റ്റ് പുള്ളിക്ക് ഒരു ഗോൾ അടിക്കാനെങ്കിലും ഒരു അവസരം കിട്ടി, അതുപോലും കിട്ടൂല എന്നാണ് എല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഗോൾ ഇല്ലാതെ തന്നെ തിരിച്ചു പോകും. പക്ഷെ അവർ പെനാൽറ്റി കിട്ടി, അവർ പെനാൽറ്റിയിൽ നിന്ന് ഗോൾ അടിച്ചു. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി എനിക്ക് തോന്നുന്നില്ല നെയ്മർ ഇനി ഒരു അടുത്തൊരു വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ളത്. തിരിച്ചു വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അതിനുള്ള ആരോഗ്യം ഇല്ല. പിന്നെ ഓൾറെഡി ആളിപ്പോ എന്താ പറയാ, റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല സത്യം. ഈ ഇടയ്ക്ക് നടന്ന കുറച്ച് ഫിഫ വേൾഡ് കപ്പിൽ വരുന്ന കോൺട്രവേഴ്സിയാണ് നമ്മൾ ഇപ്പൊ സംസാരിച്ചത്. ഇതിനപ്പുറം ഇനി വരാൻ കിടക്കുന്നത്. കാരണം ക്വാർട്ടർ ഫൈനൽ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം, ഇനി എന്തെല്ലാം കാണാനും അറിയാനും കിടക്കണമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബൈ.